ടൈലേഴ്സ് അസോസിയേഷന്റെ യൂണിറ്റ് സമ്മേളനം നവംബർ 27 ചെറുപുഴ ഗ്രാമീണ വായനശാലയിൽ വെച്ച് സംഘടിപ്പിച്ചു. ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി പി വി പുരുഷോത്തമൻ സ്വാഗതം ആശംസിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. AKTA കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം PM ജോസ് ഉദ്ഘാടനം ചെയ്തു. ആശംസകൾ അറിയിച്ചുകൊണ്ട് ഏരിയ പ്രസിഡന്റ് BP ലക്ഷ്മണൻ, ഏരിയ സെക്രട്ടറി K രമേശൻ, ഏരിയ കമ്മിറ്റി മെമ്പർമാരായ മോഹനൻ, രാമേന്ദ്രൻ, യൂണിറ്റ് സെക്രട്ടറി അജിതേ സുരേഷ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം C രവീന്ദ്രൻ സംഘാടക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനവും നടന്നു. മേലെ ബസാറിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് ചുറ്റി സമ്മേളന വേദിക്ക് സമീപം സമാപിച്ചു. സമ്മേളനം നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഓഗസ്റ്റ്, നവംബർ, ഡിസംബർ മാസങ്ങളിൽ പൂർത്തീകരിക്കാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. അതുകൊണ്ട് കാരണം നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ യൂണിറ്റ് സമ്മേളനങ്ങളും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടനുബന്ധിച്ചാണ് നമ്മുടെ ഈ ചെറുപുഴ യൂണിറ്റിൽ ഈ സമ്മേളനത്തിൽ എനിക്ക് പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചത്. ഈ യൂണിറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. ഇതിന് മുമ്പ് വരെ യൂണിറ്റുകൾ സമ്മേളനങ്ങളിൽ ഞാൻ പങ്കെടുത്തു. ഇതിനിടെ ഇപ്പോൾ 2 സമ്മേളനങ്ങൾ, മറ്റുള്ള യൂണിറ്റ് സമ്മേളനത്തിൽ പങ്കെടുത്തു. അവിടെ ഇരുന്ന് ഈ പുരുഷന്മാരെ കാണാനില്ല, മുഴുവൻ സ്ത്രീകളെ. പക്ഷെ ഈ യൂണിറ്റ് വന്ന് നോക്കുമ്പോൾ എന്നെ പോലെ കുറച്ച് പ്രായമായ വ്യക്തികളെ ഞാൻ കാണുന്നു. അത് വളരെ സന്തോഷം. ഒരു സംഘടന എന്ന് പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി ആരാലും രൂപീകരിക്കപ്പെടാത്ത ഒരു ഏക സംഘടനയുണ്ട് നമ്മൾ തൊഴിലാളി മാത്രം. അതെന്താണെന്ന് ഒട്ടേറെ രാഷ്ട്രീയ പാർട്ടികൾ ഒട്ടേറെ തൊഴിലാളി വിഭാഗങ്ങളെ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ തൊഴിലാളി വർഗത്തെ സംഘടിപ്പിക്കാൻ ആരും മുമ്പോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ നിങ്ങളെ പോലെ ഒരു തയ്യൽ തൊഴിലാളി. ഞാൻ 1975 ഈ തൊഴിലോട്ട് കടന്നു. ഞാൻ താമസിക്കുന്ന സ്ഥലം പെരുമ്പളൂർ, ഒരു ചെറിയൊരു ഗ്രാമപ്രദേശം. അവിടെ ഒരു ജൗളിക്കട മാത്രമേ ഉള്ളൂ. അവിടെ 4 പേര് തയ്യൽക്കാർ. അപ്പൊ ആ കടയിൽ ഒരു സീറ്റ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടേക്ക് വന്നത്. പക്ഷേ നമുക്ക് അവിടെ സീറ്റ് തന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച സ്വന്തമായിട്ട് ഒരു മിഷൻ മേടിച്ചു, സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിലിരുന്ന് പണിയെടുത്തോണ്ട്. ഞാൻ പോയ പുള്ളി കടയിലിരിക്കുന്നത് 5 പേര്, ഞങ്ങൾ 5 പേര് കിടന്നു. ആ 5 പേര് ജോസഫ് കാര്യം ചെയ്യാൻ ചുറ്റുപാടുള്ളവർക്കെല്ലാം പോയി നോക്കും. എവിടെയെങ്കിലും 3-4 പേരെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ പോയി അവിടെ 3 കിലോമീറ്റർ ദൂരം പോകണം. അവിടെയെല്ലാം നടന്നു ഇവരെല്ലാം സംഘടിപ്പിച്ചു. ഒരു 12 അംഗങ്ങളെ കൂട്ടി ഒരു സംഘടന രൂപീകരിച്ചു. അത് അവിടെ അങ്ങ് നിന്നു. പിന്നെ സംഘടനാ പ്രവർത്തനം നമ്മളെ അതിന്റെ സെക്രട്ടറി ആയിട്ട് നമ്മൾ അവിടെ നിന്നു. പിന്നെ 76 നമ്മുടെ ഇന്ത്യ രാജ്യങ്ങളുടെ ഏറ്റവും ഭീകരമായ അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥ കാലത്ത് അന്ന് നമുക്ക് വസ്ത്രങ്ങളൊന്നും ഏതാ സമയം മേടിക്കാൻ കിട്ടില്ലല്ലോ. റേഷൻ വസ്ത്രമായിട്ട് നമുക്ക് എല്ലാവർക്കും മീറ്ററും 2 രൂപ. ഒരു മീറ്റർ തുണി മേടിക്കാൻ 2 രൂപ റേഷൻ തുണിയാണ്. അത് മേടിച്ച് നമ്മൾ കഴിക്കണം. അപ്പൊ അന്നത്തെ ജില്ലാ കളക്ടർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ 2 രൂപ തുണിക്ക് തയ്യൽ തൊഴിലാളികൾ 4 രൂപ തയ്യൽ തുണി വേണം. കളക്ടർക്ക് ഇവര് പരാതി കൊടുത്തു. കളക്ടർ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ കണ്ണൂർ ജില്ലയിലുള്ള തയ്യൽ തൊഴിലാളികളെ വിളിച്ച് ഈ കാര്യങ്ങളിൽ വസ്തുത മനസ്സിലാക്കാൻ വേണ്ടി വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പം സംഗതി ശരിയല്ല. 2 രൂപയ്ക്ക് ഒരു തുണി കിട്ടും. പക്ഷെ അത് തയ്ച്ചു കൂട്ടി വരണമെന്നൊക്കെ അതിന്റെ നമ്മൾ തൊഴിലാളി മുടക്കുന്ന സാധനത്തിന്റെ വരിയൊന്നും എനിക്ക് കാണിക്ക് കൂട്ടുന്നില്ല. ആ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവിടെ അങ്ങനെ നിന്നു. അടിയന്തരാവസ്ഥ കഴിഞ്ഞ വാർഡാണ് നമ്മൾ ഈ കുഞ്ഞിനാണ് ആന്റിമസ്ത്രീ ഇങ്ങനെയുള്ള തൊഴിലാളികളെ കൂട്ടി അപ്പൊ പുറത്തുകൊണ്ട്
ഈ സംഘടനകളാക്കിയിട്ടുള്ള പ്രവർത്തനം നമ്മൾക്ക് പരിശോധിക്കണ്ടേ? സമ്മേളനമില്ലേ, 3 വർഷത്തിലൊരിക്കൽ നടത്തുന്ന സമ്മേളനമാണ്. നമ്മൾ നേടിയെടുത്ത നേട്ടങ്ങൾ ഏതെങ്കിലും മറ്റുള്ള സംഘടനകൾ, ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്ത പരിപാടികളാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. എന്തൊക്കെയാണ് നമുക്ക് ഡെവലപ്മെന്റ് സ്കീം കിട്ടി. അതോടൊപ്പം 81 നമ്മുടെ സംഘടന അഖിലേന്ത്യാ തല കേരള അടിസ്ഥാനത്തിൽ നമുക്ക് രജിസ്ട്രേഷൻ നടത്തി നമ്മൾ AKTA എന്നുള്ള പ്രസ്ഥാനമായിട്ട് മാറിയത്. ഡിസംബർ 13 അങ്കമാലി വെച്ച് ഇത് സംയുക്ത നമ്മുടെ എറണാകുളത്ത് ചേർന്ന സംഘടനയിൽ ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 92077577.